നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീദേവിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആനന്ദ്. ഈ സമയം ശ്രീദേവി ഉള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുക. ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ശ്രീദേവി പറഞ്ഞു, എനിക്ക് വലിയ കൊട്ടാരവോ മണിമാളികയോ ഒന്നുമില്ല. അത് ഞങ്ങളുടെ വാടക വീടാണ്. ആ വാടക കൊടുക്കാൻ പോലും എൻ്റെ അച്ഛൻ കിടന്ന് വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഇത് കേട്ട് ഇനിയിപ്പോൾ ആനന്ദ് ചോദിച്ചു, നീ എന്തൊക്കെയാ ദേവി പറയണേ? അതെ ആനന്ദേട്ടാ, ഞാൻ സത്യവാ. പിന്നെ അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ആനന്ദേട്ടൻ എന്നോട് പറഞ്ഞില്ലേ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതിയെന്ന്. പക്ഷേങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് കിട്ടത്തില്ല. എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല. ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ. +2 വരെ ഞാൻ പോയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ പഠിച്ചിട്ടില്ല. ഡബിൾ MA ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ എൻ്റെ അച്ഛൻ കള്ളത്തരം പറഞ്ഞ ഈ കല്യാണം എങ്ങനെ നടത്താൻ വേണ്ടിയിട്ട്. ആനന്ദനാണെങ്കിൽ ഷോക്കേറ്റൊരവസ്ഥയാ. ആനന്ദ് ഒരിക്കലും വിശ്വസിച്ചില്ല. ഇത്രയും നാളും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി, ഇതുവരെ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ശ്രീദേവി മുന്നിൽ അവതരിപ്പിക്കുന്നത്. ദേ ദേവി, നീ വെറുതെ പറയല്ല, സത്യം ആനന്ദേട്ടാ ഞാൻ പറഞ്ഞേ. ഞാനെന്തിനാ എനിക്ക് കള്ളത്തരം പറയണേ? ഇനി ആനന്ദേട്ടന്റെ മുന്നിൽ എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. എന്റെ അച്ഛനും അമ്മയും ചേർന്ന് എല്ലാം തീരുമാനിച്ചേ. ആനന്ദേട്ടന്റെ വിവാഹാലോചന, അത് ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു കാര്യമാണ്. വലിയ വീട്ടിലേക്ക് ഞങ്ങൾ 2 പെൺമക്കളും കെട്ടിച്ചു വിടണമെന്നായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. അതിനുള്ള പണവും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ആഗ്രഹം വലിയ വീട്ടിലേക്ക് തന്നെ ചെല്ലണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആനന്ദേട്ടനെ കുറിച്ച് അറിയുന്നത്. ഒടുവില് ആനന്ദേട്ടന്റെ വീട്ടുകാരെ അങ്ങനെ വലയിലാക്കുകയോ ചെയ്ത് എൻ്റെ അച്ഛന് വലിയ കോടീശ്വരനാന്ന് തെറ്റിദ്ധരിപ്പിക്കുകയോ ആദ്യം ചെയ്ത്. അതിനു വേണ്ടിയിട്ട് അച്ഛനും അമ്മയും നന്നായിട്ട് കിടന്ന് പണിപ്പെട്ടു. ഞാനാകുന്നേ പറഞ്ഞ ആനന്ദേട്ടാ, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. ഞാൻ അച്ഛനോടും അമ്മയും പറഞ്ഞ എനിക്ക് ഈ വിവാഹം വേണ്ട, കാരണം എനിക്ക് ചതിക്കാൻ പറ്റില്ലെന്ന്. കല്യാണത്തിന് മുമ്പ് ഞാൻ ആനന്ദേട്ടനെ വിളിച്ച് എല്ലാ സത്യങ്ങളും പറയണമെന്ന് ഓർത്തിരുന്ന. ഒരു ദിവസം ആനന്ദേട്ടനെ ഞാൻ വിളിക്കുകയും ചെയ്താ. പക്ഷേങ്കിൽ സത്യം പറയാനായിട്ട് അമ്മ എന്നെ സമ്മതിച്ചില്ല. ആ സമയത്ത് അമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കി. അതുകൊണ്ട് എനിക്ക് ആനന്ദേട്ടന്റെ മുന്നിൽ വന്നൊന്നും തുറന്നു പറയാനായിട്ട് സാധിച്ചില്ല. അത് മാത്രമല്ല, കല്യാണത്തിന് ശേഷമെങ്കിലും ഞാൻ പറയാന്ന് വെച്ചു. പക്ഷേങ്കിൽ അവിടുത്തെ എല്ലാവരുടെയും സ്നേഹവും ലാളിനെയും കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. പലപ്പോഴും ഞാൻ ആലോചിച്ച ഓരോ ദിവസം ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കള്ളത്തരങ്ങളെ കാണിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ആനന്ദേട്ടനോട് 100 തവണ ഞാൻ മാപ്പി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ചെയ്തേ. ഇനിയിപ്പോൾ ആനന്ദേട്ടന് എന്ത് വേണ്ട ശിക്ഷ വിധിക്കാം. ആനന്ദ് ഇങ്ങനെ നോക്കി നിൽക്കുക. ആനന്ദേട്ടൻ പറഞ്ഞു, എന്ത് വേണം? അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ദേവി. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തേ? നിനക്ക് എന്നോട് കല്യാണത്തിന് മുമ്പ് കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. എൻ്റെ അച്ഛൻ ആശിച്ചു മോഹിച്ചു കൊണ്ടുവന്ന കല്യാണമായിരുന്നു ഇത്. എനിക്ക് വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു ഞാൻ. പക്ഷെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്കൊരു ട്രാജഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പെൺകുട്ടിയെ ഞാൻ പ്രണയിച്ചു. പക്ഷെ എനിക്കതിനെ സ്വന്തമാക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ വിവാഹം വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അച്ഛൻ്റെ നിർബന്ധം, അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയത്. പക്ഷെ അതിനുശേഷം ഞാൻ സന്തോഷം എന്തെന്നറിഞ്ഞു നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം. പക്ഷേങ്കിൽ നീ ഇത്രയ്ക്ക് മാത്രം ചതിയെന്ന് ഒരുവളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നെ മാത്രമല്ല, നീ എൻ്റെ കുടുംബത്തെ മുഴുവനാ വഞ്ചിച്ചേ. ഇതറിഞ്ഞു കഴിയുമ്പം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മനസ്സെങ്ങനെയായിരിക്കും നീ ചിന്തിച്ചോ? അച്ഛന് ഈ ചതി പൊറുക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു ചെറിയ ചതി, ഒരു കള്ളത്തരം പറഞ്ഞാൽ പോലും അച്ഛന് പൊറുക്കാൻ പറ്റൂല. അപ്പോൾ ഇത്രയും വലിയ കള്ളത്തരം കാണിച്ച് നിന്നെ ആ വീട്ടിലേക്ക് കയറ്റും തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയും ചെയ്യില്ല. പിന്നെ അതിലേക്കാളുപരി എൻ്റെ അമ്മ നിന്നെ സ്വന്തം മകളെ പോലെ തന്നെ സ്നേഹിച്ച്. എന്നിട്ടാണ് നീ ഇങ്ങനെ കാണിച്ച്. ആനന്ദേട്ടൻ, ഞാൻ പറഞ്ഞല്ലോ, വേണ്ട ഇനി നീ കൂടുതലൊന്നും പറയണ്ട. IT കമ്പനി ജോലിയാണ് പോലും. സ്കൂളിൽ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ നീ എന്തൊക്കെയാ പറഞ്ഞേ? നിനക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് നേരത്തെ പറയായിരുന്നല്ലോ. ഇത്രയും കാലം നീ ഒളിച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ ആനന്ദേട്ടാ, എനിക്ക് ആനന്ദേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ആനന്ദേട്ടനെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു കല്യാണത്തിന് മുമ്പ്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആനന്ദേട്ടനെ അത്രയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ ആനന്ദേട്ടൻ നഷ്ടപ്പെട്ടു പോകുന്നൊരു ഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും സത്യങ്ങളൊക്കെ അറിയും. എന്നെ ആ വീട്ടിൽ നിന്ന് എനിക്ക് അടിച്ചു പുറത്താക്കുമെന്ന് അറിയായിരുന്നു. പക്ഷെ അതുവരെ ആനന്ദേട്ടനോടൊപ്പം ജീവിക്കാനായിട്ട് എനിക്ക് കൊതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ ഒരിക്കലും ആനന്ദേട്ടനെ ചതിക്കണമെന്നൊരു മോഹമൊന്നും മനസ്സിലില്ലായിരുന്നു. വലിയ വീട്ടിലേക്ക് പോകണമെന്നോ കാശുകാരിയായിട്ട് ജീവിക്കണമെന്നൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ അച്ഛനോടും അമ്മയോടും കാലയെ കയ്യെ പിടിച്ച് ഞാൻ പറഞ്ഞ, പക്ഷെ അവർ സമ്മതിക്കാത്തതുകൊണ്ടാ. അപ്പോഴേക്കും ആനന്ദ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അന്ന് കൃഷ്ണമംഗലത്ത് വെച്ച് നിന്റെ അച്ഛനെ പിടികൂടിയതോ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പം നിന്റെ അച്ഛനും അമ്മയൊക്കെ സ്വർണമെന്നും പറഞ്ഞ് കുറെ കൊണ്ടെത്തന്നോ? അന്തേട്ടാ, അതൊക്കെ വെറും മുക്കുപണ്ടം മാത്രം, സ്വർണ്ണമൊന്നും അല്ല.
അതിന് മാത്രം സ്വർണം കൊണ്ടുത്തരാൻ ഞങ്ങളുടെ കയ്യിൽ എവിടെ നിന്നായിരിക്കണേ? അതൊക്കെ വെറും മുക്കുമണ്ട വരുന്നു. മുക്കുമണ്ട വിട്ടാണ് കല്യാണം നടത്തിയത്. അതുകൊണ്ടാണത് ലോക്കറി വെക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോയത്. ലോക്കറി കൊണ്ട് വെക്കുവാണെങ്കിൽ ആർക്കും ഒരു സംശയം തോന്നില്ലാന്നല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ കാരണം അന്ന് സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്തേലും മോഷണം വീട്ടിൽ നടക്കുവാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് മോഷ്ടിച്ചുകൊണ്ട് കള്ളം പോയെന്ന് പറയണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അച്ഛനാ വീട് കയറാൻ വന്നേ. പക്ഷെ അന്ന് കൃഷ്ണമംഗലകാരത് കയ്യോടെ പിടികൂടി. നടന്ന സംഭവങ്ങളെല്ലാം ആനന്ദിനോട് പറയണം. ആനന്ദ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയില. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ. ആനന്ദ് പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ആനന്ദേട്ടൻ തീരുമാനിച്ചോ, എന്ത് വെള്ളം തീരുമാനിച്ചോ, എന്ത് തീരുമാനം ആനന്ദേട്ടൻ എടുത്താലും എനിക്ക് അതിനകത്തൊരു വിഷമവും ഇല്ല. നീ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ ശ്രീദേവിയുടെ കയ്യെ പിടിച്ചു കയറാൻ പറഞ്ഞു വണ്ടിയിലേക്ക്. അങ്ങനെ വണ്ടിയിലേക്ക് കയറ്റി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. ആനന്ദ് നേരെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. എന്ത് വന്നാലും തനിക്കൊരു പ്രശ്നമില്ലെന്നുള്ള രീതിയാണ് ശ്രീദേവി. കാരണം ഇനിയിപ്പോൾ എന്താവാനാ, കഴുത്തോളം മുങ്ങിപ്പോയതാ. തൻ്റെ ജീവിതം തീർന്നു. തന്നെ ആനന്ദേട്ടൻ കൊന്നു കളയുവോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് വിടുകയോ ചെയ്തോട്ടെ എന്നൊരു ചിന്തയും കൂടെ ആയിരുന്നു. ആ സമയത്ത് ബാലനാണെങ്കിൽ സമനില തെറ്റി മട്ടില്ല കടയിലേക്ക് വരുന്നത്. കടയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു. എന്നാലും അയാളാ ഉദയഭാനു തന്നോട് ചെയ്ത ചതി. ഒരു തവണ അയാളെ താന് ഈ ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് വെച്ച് കണ്ടായിരുന്നു. അന്ന് പക്ഷെ അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അന്നേ തനിക്ക് സംശയം തോന്നിയതാ. അവൻ്റെ ഒരു പണവും പത്രാസം കാണിക്കലും പരിപാടിയൊക്കെ. ഓരോ വണ്ടി മാറി മാറിയായിരുന്നു ഓരോ തവണ കൊണ്ടിരുന്നത്. താനതെല്ലാം വിശ്വസിച്ചു. തന്നെ തന്ത്രപൂർവ്വം പറ്റിച്ച് പാലം കിടത്തി അയാളെ വെറുതെ വിടാൻ പാടില്ല. എന്താ ചെയ്യണ്ടേ? ഒറ്റയടിക്ക് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടാണോ അതോ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതാണോ നല്ലത്? ബാലനിങ്ങനെ ആലോചിക്കുക. തൻ്റെ കുടുംബത്തോട് ചതി ചെയ്ത് ഒരുത്തരം താൻ വെറുതെ വിട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഇവനെ വെറുതെ വിടാൻ പോകുന്നില്ല. കാണിച്ചു കൊടുക്ക. ധർമ്മം വന്നു ചോദിച്ചു, അല്ലേതെന്താ അളിയാ? അളിയനെന്താ എപ്പോഴാ ഡീലറെ കാണാൻ പോയിട്ട് വന്നേ എന്നൊക്കെ ചോദിക്കാണ്. പക്ഷെ ബാലൻ അതൊന്നും കേട്ടില്ല. ബാലന്റെ ചിന്ത ശ്രീദേവിയുടെ അതുപോലെ തന്നെ ഉദയഭാനുവിലായിരുന്നു. തന്നെ ചതിച്ചല്ലോ എന്നുള്ള. ദേവിക്കെങ്കിലുള്ള സത്യാവസ്ഥ തുറന്നു പറയായിരുന്നു. ധർമ്മം വീണ്ടും ചോദിച്ചു കഴിയുമ്പോഴത്തേനും ബാലൻ ചോദിച്ചു, എന്താന്ന് ചോദിക്കാണ്. അല്ല ഞാൻ ഈ പറഞ്ഞൊന്നും അളിയൻ കേട്ടില്ലേ? ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. അല്ല അളിയൻ എന്താ ചിന്ത? കുറെ സമയം ഞാൻ ആലോചിക്കുന്നേ. ഡീലറെ കാണാൻ പോയി വന്നതിന് ശേഷം അളിയൻ ഭയങ്കര ചിന്തയിലാണല്ലോ. എന്താണെങ്കിലും ഞങ്ങളോട് തുറന്നു പറ. ഒന്നുമില്ല, ഒരു കാര്യമില്ല. ഒരു കാര്യമില്ലാതെ അളിയൻ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കില്ലോ. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അപ്പോഴേക്കും രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, എന്താടാ ബാല, നിനക്കിത് എന്ത് പറ്റിയത്? ഈയിടെയായിട്ട് എപ്പം നോക്കിയാലും നിനക്ക് ഓരോരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറ. ഒന്നുമില്ല രാമേട്ട, വെറുതെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന. നിനക്കെപ്പോഴും ആലോചന മാത്രമേ ഉള്ളൂ ഈയിടെയായിട്ട്. നീ ബാ ധർമ്മ എന്ന് പറഞ്ഞ് ധർമ്മനെ കൂട്ടി രാമേണ്ണൻ കൂടി കയറിപ്പോയി. പാലിനോർത്ത് ഇപ്പൊ തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട. ഇതിന്റെ സത്യാവസ്ഥകളെല്ലാം പുറത്തു വരട്ടെ എന്നൊരു ചിന്തയായിരുന്നു. ഇതേ സമയം ശ്രീദേവിയുടെ കൈയും പിടിച്ചോണ്ട് ആനന്ദ വീട്ടുമുറ്റത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് ഉദയഭാനു അങ്ങോട്ട് ഇറങ്ങി വന്നു. ഉദയഭാന്റെ വീട്ടിലേക്ക് ചെല്ലുന്നേ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ശ്രീദേവിയുടെ കൈ പിടിച്ചോണ്ടിരുന്നു. അയ്യോ താൻ വിഗ് വെച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് ഉദയഭാനു അകത്തേക്ക് കയറി ഓടി. ശ്രീകലോട് എടി ശ്രീകലെ, പണി മൊത്തം പാളും. ഇതേ മരുമോനും മകളും വരുന്നുണ്ടെന്ന് പറയണേ. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ല ദേവി? സാധാരണഗതിയിൽ അങ്ങോട്ട് ചെല്ലുമ്പോ വിളിച്ചു പറഞ്ഞിട്ട് ചെല്ലുന്ന, പക്ഷെ വിളിച്ചൊന്നും പറയാതെ ഇന്ന് എന്താ അടി ഓടി വാടിയെന്ന് പറയണം. അങ്ങനെ അവര് സ്റ്റെയർകേസ് കയറി 2ാം നിലയിലേക്ക് ഓടി കയറിപ്പോയി. ഉദയഭാനും വിക്കൊക്കെ വെച്ച് ഡ്രസ്സ് മാറാൻ പോയതാ. നല്ല സെറ്റപ്പ് വേഴ്ത്തി വേണമല്ലോ. പക്ഷെ എങ്കിൽ ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞെന്നുള്ള കാര്യം അറിയില്ലോ. ഈ സമയത്ത് കഥവ് തുറന്നു കിടക്കുമായിരുന്നു. ശ്രീദേവിയുടെ കൈ പിടിച്ച് അകത്തേക്ക് ആനന്ദ് കൊണ്ടിരുന്നു. ശ്രീദേവി വിളിച്ചു, നിന്റെ വീട്ടിലൂടെ ആരും ഇല്ലേന്ന് ചോദിക്കുകയാണ്. അച്ഛനും അമ്മയെ കാണുമായിരിക്കും എന്ന് പറയാം. ആനന്ദ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു പറഞ്ഞു, ഇപ്പൊ തന്നെ ഞാൻ ഇറങ്ങി വരുവാന്ന് പറയണം. അങ്ങനെ ഫോണൊക്കെ പിടിച്ച് ഭയങ്കര സെറ്റപ്പിൽ ഇറങ്ങി വരുവാണ്. എൻ്റെ മോനെ ഒരു മീറ്റിങ്ങിലായിരുന്നു. എന്ത് ചെയ്യാനാ, മന്ത്രിയുമായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ജാട കാണിച്ചു വരുവാ. അപ്പോഴേക്കും അതുപോലെ തന്നെ ശ്രീദേവി കുറെ ബുക്ക് പണ്ടങ്ങളൊക്കെയാണ് ഞങ്ങോട്ട് ഇറങ്ങി വന്നു. അയ്യോ ഇതെന്താ മോളെ, ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? ഞങ്ങൾ പറഞ്ഞിട്ടുള്ളല്ലേ വരുമ്പം മോനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ പറഞ്ഞിട്ട് വരണമെന്ന്. ഇങ്ങനെ വന്നിട്ടുണ്ടോ എങ്ങനെയാ ശരിയാവുന്നേ? മോൻ ഇടയ്ക്ക് വരുന്ന സമയത്ത് മോന് നല്ല ട്രീറ്റൊക്കെ കൊടുക്കണ്ടല്ലേ? അയ്യോ മോനിരിക്കുക, വല്ലപ്പോഴും ഒക്കെയല്ലേ വരുന്നുള്ളെന്നൊക്കെ ചോദിക്കണം. ആ സമയം ആനന്ദ് രൂക്ഷമായിട്ട് അവരെ നോക്കണം. ഉദയഭാനു പറഞ്ഞു, എന്താ മോനെ ഇങ്ങനെ നോക്കണേ? എനിക്ക് കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നൊരു അർജന്റ് കാര്യം ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെ നിന്നത് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും സ്ത്രീകൾ പറഞ്ഞു, അയ്യോ കുടിക്കാൻ എന്താ വേണ്ടേ? ജ്യൂസ് വേണോ ചായ വേണോ എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇന്ന് ജോലിക്കാരി വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോഴേക്കും ശ്രീദേവി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുക, എൻ്റെ അമ്മയെ ഒന്നും പറയരുതെന്ന്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഉദയഭാനു പറഞ്ഞു, അല്ല മോനെ ഇരിക്കാൻ പറയാണ്.
അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ഞാൻ ഇരിക്കാൻ വന്നല്ല. അയ്യോ, എന്താ മോനെ ഇങ്ങനെ പറയണേ? ഞാൻ ഇവിടെ കൊണ്ട് ആക്കാൻ വന്ന. ആക്കാൻ വന്നോ? എന്തൊക്കെയാ മോനി പറയണേ? നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലേ എന്താ ഏതാ എങ്ങനെയാന്ന് എന്ന് പറയണം. അപ്പോഴേക്കും ഉദയഭാനും ശ്രീകലയും ഒരു ഞെട്ടലോടുകൂടി പരസ്പരം നോക്കുവാണ്. അവർക്ക് മനസ്സിലായി കളി കാര്യമായെന്നുള്ള കാര്യം. ഇത്രയും നാളും കള്ളത്തരം കാണിച്ചു നടന്നു, പക്ഷെ പിടിക്കപ്പെട്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഇനി എന്തായി തീരും, എങ്ങനെയായി തീരും എന്നൊക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.